ജസ്റ്റ് ഒരു പോസ്റ്റർ. ആ പോസ്റ്റർ കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്. ഇതിന്റെ ട്രെയിലർ ഞാൻ കണ്ടിരുന്നില്ല. ആകെ അറിയാമായിരുന്നത് ഇതിൽ ടോം ഹിഡിൽസൺ അഭിനയിക്കുന്നുണ്ട് എന്ന് മാത്രമായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് സ്റ്റീഫൻ കിങ്ങിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയെ ബേസ് ചെയ്തെടുത്ത സിനിമയാണെന്നും ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഹൊറർ ഡയറക്ടറായ മൈക്ക് ഫ്ലാനിഗനാണെന്നും. സ്റ്റീഫൻ കിങ് ഹൊറർ കഥകളുടെ മാസ്റ്റർ ആണെങ്കിലും അതേ സ്റ്റീഫൻ കിങ് തന്നെയാണ് ഷോഷാങ്ക് റിഡംപ്ഷനും ഗ്രീൻ മൈലും ഒക്കെ എഴുതിയത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആൻസേഴ്സിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് മനസ്സിൽ വന്നത്. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫീൽ ഗുഡ് ഫാന്റസി സിനിമയായ ലൈഫ് ഓഫ് ചക്ക് ആണ്. ഒരു നോൺ ലീനിയർ ഫോർമാറ്റിൽ 3 ആക്റ്റായി ഡിവൈഡ് ചെയ്താണ് ഈ സിനിമയിലെ ഇവന്റ്സ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ സിനിമയെ റിവ്യൂ ചെയ്യുക എന്നത് ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം 2 രീതിയിൽ ഈ സിനിമയെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്ന് ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, മറ്റൊന്ന് ഒരു നോർമൽ സിനിമയായിട്ട്. സിനിമയായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ആൻസേഴ്സിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞ പോലെ ഓക്കെ, ഞാൻ ഈ കഥയിലേക്ക് വരാം. കഥ പക്ഷേ ഇവിടെ പറഞ്ഞാൽ സ്പോയിലേഴ്സ് ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോർഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു ടൈം സ്റ്റാമ്പ് വെക്കാം. ഒരു അപ്പോക്കലിപ്റ്റിക് ഇവന്റ് അല്ലെങ്കിൽ ലോകാവസാനം സംഭവിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സിനിമയിലെ ഫസ്റ്റ് ആക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലോകാവസാനവും ചക്ക് എന്നൊരു സാധാരണ അക്കൗണ്ടന്റും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ചക്ക്, ആരാണ് അയാൾ എന്നൊരു കൺഫ്യൂഷൻ. സത്യം പറഞ്ഞാൽ ഈ അബ്സേർഡിസ്റ്റ് ഡ്രാമകളൊക്കെ കാണുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് കിട്ടും. ഫസ്റ്റ് ഹാഫിൽ ആരാണ് ഈ ചക്ക് എന്ന് ഒരിടത്തും പറയുന്നില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ചക്കിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കംപ്ലീറ്റ്ലി 2 സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഫസ്റ്റ് ഹാഫിൽ ഒരു ഡിസാസ്റ്റർ സിനിമയുടെ പശ്ചാത്തലമാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഈ ചക്കിന്റെ ലൈഫാണ് കാണിക്കുന്നത്. ലോകത്ത് പലയിടത്തും പല ട്രാജഡികളും സംഭവിക്കുന്നു. ഇന്റർനെറ്റ് ഇല്ലാതാകുന്നതും ആൾക്കാരിൽ സൈക്കോളജിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. ഇവൻച്വലി എല്ലാവരും അവരുടെ അവസാനത്തെ ദിവസങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ മൊമെന്റ്സിനായിട്ട് പതുക്കെ വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ്. യൂണിവേഴ്സ് അവസാനിക്കാൻ പോവുകയാണെന്നും ഇതൊരു സ്ലോ ഡെത്ത് ആയിരിക്കുമെന്നും ആ സിറ്റുവേഷനെ എല്ലാവരും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ യൂണിവേഴ്സിലെ ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സിൽ നമ്മൾ മനുഷ്യർ എത്ര പോയിന്റ്ലെസ് ആണെന്ന തീം ഇവിടെ പറയാതെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അവസാനിക്കുന്ന ഒന്നാണെന്ന്. സോ ഡു വാട്ട് യു ലവ്, ബി വാട്ട് യു വാണ്ട് എന്ന ഐഡിയ. ഇനി പോസിറ്റീവ്സിലേക്ക് വന്നാൽ ഈ അപ്പോക്കലിപ്റ്റിക് ഇവന്റും അത് ബിൽഡ് ചെയ്യുന്ന ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സായ ഭാര്യ ഭർത്താക്കന്മാരായി വരുന്നത് കാരൻ ഗില്ലിയനും ചുവറ്റൽ എഡ്ജ്ഫോറുമാണ്. ഇവരുടെ അവസാന മൊമെന്റ്സിലെ ആക്ടിംഗ് ഒക്കെ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. രണ്ടാമത്തെ ആക്ടിൽ ചക്കായിട്ട് വരുന്ന ടോം ഹിഡിൽസൺ സത്യം പറഞ്ഞാൽ 20 മിനിറ്റേ ഈ സിനിമയിലുള്ളൂ. അതും പുള്ളിക്കാരൻ്റെ മിക്ക സീനും ഒരൊറ്റ ലൊക്കേഷനിൽ മാത്രമാണ് നടക്കുന്നത്. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാൻസ് സീക്വൻസ് ഉൾപ്പെടെ ഉണ്ട്. സിനിമയിലെ ഹൈലൈറ്റ് സീനും അതായിരുന്നു. ചക്കിന്റെ കുട്ടിക്കാലവും ടീനേജും ഒക്കെ അഭിനയിച്ച ആ ചൈൽഡ് ആക്ടറും നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല ഡാൻസുമാണ്, നല്ല ആക്ടിങ്ങുമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ചക്കിന്റെ അപ്പൂപ്പനായിട്ട് വന്ന മാർക്ക് ഹാമിലിന്റെ പെർഫോമൻസും. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്യുന്ന ആ മിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഡിസപ്പോയിന്റ് ആക്കും. കാരണം സിനിമയുടെ പോയിന്റ് തന്നെ അതല്ല, അല്ലെങ്കിൽ ആ മിസ്റ്ററി സോൾവ് ചെയ്യുക എന്നതല്ല. പക്ഷേ എന്നാലും കണ്ടു കഴിഞ്ഞാലും ഓർത്തിരിക്കുന്ന ഒരു ഫിലിം തന്നെയായിരിക്കും ഇത്. സോ ഓവറാൾ പറഞ്ഞാൽ ഇതൊരു ഫീൽ ഗുഡ് സിനിമയാണോ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ ഫാന്റസി ആണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഈ യൂണിവേഴ്സിന്റെ സൈക്കിൾ ഓഫ് ലൈഫിൽ മനുഷ്യർ എത്ര ചെറുതാണ്, എത്ര പോയിന്റ്ലെസ് ആണ് എന്ന് കാണിക്കാനാണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. ഫിലിമിനെ ഒരു എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഒരു സിനിമയായിട്ട് എന്നെ അപ്രോച്ച് ചെയ്താൽ ജസ്റ്റ് ഒരു ഓക്കെ ഫീലിംഗും ആയിരിക്കും. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ലൈഫ് ഓഫ് ചക്ക്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള താഴെ കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.